അങ്ങനെ എല്ലാവരും കാസ്കേഡ് ഐലൻഡിൽ എത്തിച്ചേർന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് പ്രോഗ്രാം അങ്ങ് അടിച്ച് തകർക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും പ്ലാൻ ചെയ്യുകയാണ്. കുറേ വള്ളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ വളർത്തുന്ന സ്ഥലമാണ്. അവിടെ തന്നെ മീൻ വളർത്തി അവർ അവിടെ തന്നെയാണ് ഫുഡും എല്ലാം സെറ്റ് ചെയ്യുന്നത്. അവിടെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം സെറ്റ് ചെയ്തായിരുന്നു. അവിടോട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും അനിയനും ഋതുവും കൂടി അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോഴത്തേക്ക് അവർ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവരവരുടെ പേഴ്സണൽ പരിചയപ്പെടുത്തുന്നു. അവരുടെ ഫാമിലി പരിചയപ്പെടുത്തി. ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ആഡാക്കി ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രത്യേകിച്ചായിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടുന്ന് പോയതിന് ശേഷം എൻ്റെ ഫാദറിൻ്റെ ജോലി എനിക്ക് കിട്ടി. റെയിൽവേയിലാണ്. ഇപ്പോഴും റെയിൽവേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 2 വർഷം കൂടി. ഞാൻ ഏഷ്യനെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരാണ് 3 പേര്. സംതൃപ്ത ഫാമിലി. ഒരു ബിനു, ഞാൻ ചവറയിലാണ്, ഒറ്റപ്പാലയാണ് താമസം. ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഫാമിലി വന്നില്ല, ഞാൻ വേറെ പ്രോഗ്രാമിലായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായിരുന്നു. എൻ്റെ പേര് ബിജു. ഞാനൊരു ഫോട്ടോ സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഭാര്യ ലത, ഒരു സിംഗറാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നു. എൻ്റെ പേര് നവാസ്. ചവറയിൽ ഒരു ചെറിയ കട നിർത്തി പോകുന്നു. ഭാര്യ ഹസീന, കൂടെ മോള് വന്നിട്ടുണ്ട്. മോനാണ്, അയാൾ വന്നിട്ടില്ല. എൻ്റെ പേര് അനിൽകുമാർ. വീട് കടവൂരാണ്. വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ITI കഴിഞ്ഞ് ഞാൻ പറയണത് എൻ്റെ അച്ഛൻ സർവീസ് ചെയ്ത് മരിച്ച് കിട്ടിയ ജോലിയാണ്. ഞാൻ അടുത്ത വർഷം റിട്ടയർഡ് ആവും. പിന്നെ ഒരു ഭാര്യ, 2 മക്കൾ, ഒരു മോനും ഒരു മോളും. പേര് സന്തോഷം. ഞാൻ താമസിക്കുന്ന കാനഡയാണ്. ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുടെ ഫാക്ടറി ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫാണ് നിഷ. എന്തായാലും ഷാമെന്ന് പറയും. ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. മോളുണ്ട്. എൻ്റെ പേര് സുരേഷ് കുമാർ. എൻ്റെ വീട് ചവറയിലാണ്. ഞാൻ 20 കൊല്ലം കൊണ്ട് ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ നിൽക്കാനുള്ള രീതിയിലാണ് നമ്മൾ. വൈഫിൻ്റെ പേര് വിജയകുമാരി, മോള് പാർവതി, മോൻ പ്രവീൺ, മറ്റുമോള് ഋതു. സെബാസ്റ്റ്യൻ. ഞാൻ താമസിക്കുന്നത് ചവറയിലാണ്. ഒരു പ്രവാസിയാണ്. സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. 3 മക്കളുണ്ട്. 2 പെൺമക്കളും ഒരു മോനാണ്. അർണോൺ. വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാതിരിക്കില്ല. പ്രസന്നം എന്നാണ് പേര്. ജനിച്ചത് വളർന്നതൊക്കെ ചവറല്ല, പക്ഷെ ഇപ്പം താമസിക്കുന്ന കുണ്ടറയാണ്. അവിടെ കല്യാണം കഴിച്ചു. ഒരു 14-15 വർഷത്തോളം സൗദിയിലായിരുന്നു. ഇപ്പം നാട്ടിലുണ്ട്. ഇത് നവാസ് പറഞ്ഞത്, നവാസല്ല, നമ്മുടെ അനിൽ പറഞ്ഞത് ഒരു ഭാര്യയും ഒരു കുട്ടിയാണുള്ളത്. ആൺകുട്ടിയാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞു. അവരൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ ഈ ഇലക്ട്രോണിക്സ് ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് ഈ അടുത്ത സമയത്താണ് ഫോം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട പല സൗഹൃദങ്ങളും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ ITI ഗ്രൂപ്പിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് അവരോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ഫാമിലിക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഗൾഫിൽ കുറേ വർഷം പ്രവാസിയായിരുന്ന സുരേഷ് തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുകയും നമ്മളെല്ലാം ഒന്നുകൂടെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ദിവസം നമുക്ക് സമ്മാനിച്ച സുരേഷിനും ഫാമിലിക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട്. കലാപരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണനായിരിക്കും. അപ്പം എല്ലാവരും ഉണ്ണികൃഷ്ണന്റെ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ച് കേട്ട് വേണം ചെയ്യേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമായിരിക്കും.
അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പ്രോഗ്രാം ചെയ്യണം. ഇടയ്ക്ക് നവാസിന്റെ കമന്റുകൾ വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വിനൂട്ടൊക്കെ പാടി ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടെ പ്രോഗ്രാമൊക്കെ അടിച്ച് പൊളിക്കുന്നു. ഞങ്ങൾ 3 പേരൂടെ ഋതുവിനെയും കൂട്ടി കണ്ടൽക്കാടിന് കൂടെ ഒക്കെ നടക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കണ്ടൽക്കാടിനകത്തൂടെ ഋതുവിനെയും കൂട്ടി നടന്നു പോവുകയാണ്. നല്ല രസകരമായ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അതിലേക്കൂടെ കറങ്ങി ഋതു ഒരു കള്ളച്ചീരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ കള്ളത്തരം കാണിച്ച് കിടക്കുകയാണ്. നടന്ന് ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോഴത്തേക്കും അവിടെയും കുറച്ച് ആളുകളൊക്കെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകളെ എല്ലാം അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അവിടുത്തെ പാട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കേൾക്കാം. ഓരോ അങ്കിളും ആൻറ്റിമാരും ഒക്കെ പാടി തകർക്കുകയാണ്. എല്ലാവരും പാട്ടുകാരാണെന്ന് തോന്നുന്നു. ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്ത് നൽകാൻ ഓ ചാച്ചായും നിന്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളിൽ കുറുമിന്റെ മിന്നലിലെ പൂവുയിലായി കുറുകുന്ന പ്രായമല്ലേ മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചേ മാനത്തെ ചന്ദനമായി നീ തെളിഞ്ഞേ കളമുറി വെറുതെയോ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് അവിടെ ഋതു വലിയ അഭിനയം നടത്തുന്നു. പിണങ്ങിയിരിക്കുകയാണ്. അനിയന്മാർ 2 പേരൂടെ ഋതുവിൻ്റെ പിണക്കം മാറ്റുകയാണ്. ബാക്കി പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ.